ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മുടെ ചെറിയ കുട്ടികൾക്ക് ആധാർ കാർഡ് പുതുതായിട്ട് എടുക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ആവശ്യമുള്ളത് എന്നുള്ളതിനെക്കുറിച്ചാണ്. കുറേ ആളുകൾ വിളിക്കുന്ന കേസാണ്. അപ്പോൾ ഒരു വീഡിയോ ചെയ്താൽ കുറേ ആൾക്കാരുടെ സംശയങ്ങൾ പരിഹരിക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ ആ വീഡിയോ തന്നെ നമുക്ക് ഷെയർ ചെയ്തിട്ട് അവർക്ക് കൊടുക്കുകയും ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വീഡിയോയിൽ വന്നിട്ടുള്ളത്. ചെറിയ കുട്ടികൾ, അതായത് 0 വയസ്സ് മുതൽ 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് നമുക്ക് പുതുതായി ആധാർ എടുക്കാൻ ആധാർ സേവാ കേന്ദ്രങ്ങളിലൂടെ സാധാരണയായി ചെയ്തു വരാൻ പറ്റുക. 15 വയസ്സിന് മേലെയുള്ള ആളുകൾക്ക് പിന്നീട് വേറൊരു പ്രൊസീജിയറാണ്. ആധാർ എടുക്കാത്ത ആളുകളുണ്ടെങ്കിൽ അത് നമ്മുടെ തൊട്ടടുത്തുള്ള ബ്ലോക്കിലോ അല്ലെങ്കിൽ ജില്ലയിലോ ഒക്കെയുള്ള 1-2 സെൻറ്ററിൽ പോയിട്ടാണ് അവർക്ക് പിന്നീട് ആധാർ എടുക്കാൻ പറ്റുക. അപ്പോൾ ഈ 15 വയസ്സിന് താഴെയുള്ള 0 വയസ്സ് വരെയുള്ള കുട്ടികൾ ആധാർ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് രക്ഷിതാക്കൾ നിർബന്ധമായിട്ടും അച്ഛനോ അമ്മയോ സ്ഥലത്തുണ്ടായിരിക്കണം. അവർ ഈ ആധാർ എടുക്കുന്ന കുട്ടിയുടെ കൂടെ ആധാർ സെൻറ്ററിലേക്ക് അല്ലെങ്കിൽ ആധാർ കേന്ദ്രത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ വന്നാൽ മതി, ഒന്നല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ. അതേപോലെ തന്നെ ആധാർ എടുക്കുന്ന ഈ മോനോ മോളോ ആരാച്ചാവരും രക്ഷിതാക്കളും അല്ലെങ്കിൽ രക്ഷിതാവ് അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ആരെങ്കിലും ഒരാളും ഈ കുട്ടിയും നിർബന്ധമായും ആധാർ സേവാ കേന്ദ്രത്തിലെത്തണം. അപ്പം എത്തുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ നമ്മുടെ ആധാർ കാർഡ്, ഇത് നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. നമ്മളെ രക്ഷിതാക്കളുടെ ആധാർ കാർഡ് 10 വർഷം കഴിഞ്ഞതാണെങ്കിൽ അതൊന്ന് പുതുക്കുക എന്നുള്ളത് ആധാർ വേഗം കിട്ടാൻ ഒരു നല്ല മാർഗമാണ്. അപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ടുള്ള രക്ഷിതാക്കളുടെ ആധാർ കാർഡാണെങ്കിൽ അതാദ്യം മക്കൾക്ക് എടുക്കുന്നതിന് മുന്നേ നമ്മൾ ആധാർ കാർഡ് ഒന്ന് പുതുക്കി ഫോട്ടോ ഒക്കെ മാറ്റി, അതേപോലെ അഡ്രസ്സിലോ പേരിലോ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ അതൊക്കെ എഡിറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ആദ്യപടി. മക്കളെ ജനന സർട്ടിഫിക്കറ്റിൽ രക്ഷിതാക്കളുടെ പേര് എങ്ങനെയാണോ വരുന്നത് അതേ രീതിയിലായിരിക്കണം രക്ഷിതാക്കളുടെ ആധാർ കാർഡിൽ രക്ഷിതാക്കളുടെ പേര്. അതായത് ആധാർ കാർഡിൽ പേരും പേരിൻ്റെ കൂടെ ഇനീഷ്യലും ഉണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം മക്കളുടെ ജനന സർട്ടിഫിക്കറ്റിലും രക്ഷിതാക്കളുടെ പേരിൻ്റെ നേരെ പേരും ഇനീഷ്യലും ഉണ്ടായിരിക്കണം. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ കുറേ ആളുകൾ അതേപോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒരക്ഷരം പോലും രക്ഷിതാക്കളുടെ പേരിൽ മാറ്റം ഉണ്ടാകാൻ പാടില്ല ഈ ജനന സർട്ടിഫിക്കറ്റും അതേപോലെ ആധാർ കാർഡും തമ്മിൽ. അപ്പോൾ നമ്മൾ ഇത് വളരെയധികം ശ്രദ്ധിക്കുക. അതായത് കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ എന്ത് പേരാണോ രക്ഷിതാക്കളായിട്ട് മാതാവിൻ്റെയോ പിതാവിൻ്റെയോ പേര് കൊടുത്തിട്ടുള്ളത് അതേ പേര് തന്നെ ആയിരിക്കണം നമ്മുടെ ആധാർ കാർഡിലും ഉണ്ടാവേണ്ടത്. അതല്ല എങ്കിൽ ആധാർ എടുക്കാൻ നിലവിൽ നമുക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല. അത് എഡിറ്റ് ചെയ്ത് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ആധാർ കാർഡ് എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു അറിവ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതേപോലെ തന്നെ രക്ഷിതാക്കളെ ആധാർ കാർഡ് പുതുക്കിയിട്ടില്ലെങ്കിൽ അത് പുതുക്കി വെക്കുക എന്നുള്ളത് നമ്മുടെ മക്കളെ ആധാർ വേഗത്തിലാക്കാൻ സഹായിക്കും. അപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡുകളാണെങ്കിൽ രക്ഷിതാക്കളത് പുതുക്കി വെക്കുക. അതേപോലെ തന്നെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ രക്ഷിതാക്കളുടെ പേരെന്താണോ അതേ പേര് തന്നെ ആയിരിക്കണം രക്ഷിതാക്കളുടെ ആധാർ കാർഡിലും ഉണ്ടാവേണ്ടത്. അതൊക്കെ ക്ലിയർ ആണെങ്കിൽ രക്ഷിതാക്കളിൽ ഒരാൾ മാതാവോ അല്ലെങ്കിൽ പിതാവോ വരിക എന്നുള്ളതാണ് പിന്നീട് ഉള്ള നടപടിക്രമം. അപ്പം ഇതിൽ കുട്ടിയെ കൂട്ടി വരിക, കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് എടുക്കുക, രക്ഷിതാക്കൾ ആരെങ്കിലും ഒരാൾ വരിക, അവരുടെ ആധാർ കാർഡും കൊണ്ടുവരിക. ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യാം. വേറെ ഒരു പ്രൊസീജിയറും കുട്ടികൾ ആധാർ കാർഡ് എടുക്കുന്നതിലില്ല.
പിന്നീട് കുട്ടികളെ ജനന സർട്ടിഫിക്കറ്റിലെ അഡ്രസ്സ് പ്രകാരം ആധാർ കിട്ടണമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നമ്മളെ രക്ഷിതാക്കളുടെ ആധാറിലെ അഡ്രസ്സ് എന്താണോ ആ അഡ്രസ്സിലായിരിക്കും കുട്ടിക്ക് ആധാർ കാർഡ് ജനറേറ്റായി വരിക. അതായത് നമ്മുടെ അച്ഛൻ്റെ അഡ്രസ്സ് ആധാറിൽ എന്താണോ ആ അഡ്രസ്സിലായിരിക്കും കുട്ടിക്കും ആധാർ കാർഡ് കിട്ടുക. അതേപോലെ തന്നെ മാതാവാണ് വരുന്നതെങ്കിൽ മാതാവിൻ്റെ ആധാറിലെ അഡ്രസ്സ് എന്താണോ ആ അഡ്രസ്സിലായിരിക്കും നമ്മുടെ മക്കൾക്ക് ആധാർ കാർഡ് കിട്ടുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ക്ലിയർ ചെയ്ത് നിങ്ങൾ ആധാർ എടുക്കുന്ന അക്ഷയ കേന്ദ്രത്തിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും. ഒരുപാട് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ലഘൂകരിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഈ വിവരം നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക. ആധാർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിൽ ഒന്ന് ചോദിക്കാവുന്നതാണ്. എൻ്റെ സമയത്തിനനുസരിച്ച് ഞാൻ റീപ്ലൈ തരും. അതേപോലെ ആധാർ കാർഡ് നമ്മുടെ അക്ഷയ സെൻറ്ററിൽ എടുക്കുന്നുണ്ട്, പുതുക്കുന്നുണ്ട്. അതേപോലെ തന്നെ മൊബൈലിൽ അപ്ഡേഷൻ ചെയ്യുന്നുണ്ട്, ഇമെയിൽ ID അപ്ഡേഷൻ ചെയ്യുന്നുണ്ട്. അഡ്രസ്സ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ അക്ഷയ സെൻറ്ററിലൂടെ ചെയ്ത് നൽകുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.